ഉദ്യാനങ്ങളിൽ വസന്തം വിരിയിച്ച് മാസങ്ങളോളം പൂക്കളുമായി വിനയത്തോടെ നിൽക്കുന്ന ഫെലനോപ്സിസുകളാവാമല്ലേ ഇന്നത്തെ ഓർക്കിഡ് ഒഡീസിയിലെ താരം. ഫെലനോപ്സിസുകളുടെ ഭംഗി നോക്കൂ, എത്ര സുന്ദരമായ നിറങ്ങൾ. ആരും സ്വന്തമാക്കാനൊന്ന് കുതിക്കും. ചെറിയ ഫെലനോപ്സിസ് തൈകൾ വളർന്നു വരാൻ കുറച്ചധികം സമയമെടുക്കുമെങ്കിലും കാത്തിരിപ്പിൻ്റെ ഫലം നിരാശയായിരിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അത് മധുരതരമായിരിക്കും. ഫെലനോപ്സിസുകളെ സ്വന്തമാക്കാൻ മടിക്കുന്ന കൂട്ടരുണ്ട് ചെടിപ്രേമികളിൽ. വാങ്ങി കൂമ്പു ചീഞ്ഞ് ഇല കൊഴിഞ്ഞ് ചെടികൾ നഷ്ടപ്പെട്ടതുപോയതുകൊണ്ടുള്ള മനസ്താപമാണ് അവരെ ഡെൻഡ്രോബിയത്തിൽ തന്നെ തളച്ചിടുന്നത്. മിതമായ രീതിയിൽ മാത്രം വെള്ളം ആവശ്യമുള്ള ചെടികളാണ് ഫെലനോപ്സിസുകൾ. കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് കൂമ്പ് ചീഞ്ഞ് ഇലകൾ പൊഴിഞ്ഞ് ഫെലനോപ്സിസുകൾ നഷ്ടപ്പെടുന്നത്. കൂമ്പ് ചീഞ്ഞ് ഇലകൾ മഞ്ഞച്ചു പൊഴിഞ്ഞുപോയ ഫെലനോപ്സിസുകൾ എടുത്ത് കളയല്ലേ. ഫെലനോപ്സിസുകൾ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്നവരല്ല കേട്ടോ. ഇലകൾ പൊഴിഞ്ഞ് തണ്ടും വേരുമായി നിൽക്കുന്ന ചെടികളും ഇലകൾ പോയി തണ്ടുണങ്ങിപ്പോയ ചെടികളും പുതിയ കൂമ്പ് വന്ന് മനോഹരമായി പൂക്കും. കേടായ ചെടിയെ ചട്ടിയിൽ നിന്നും പുറത്തെടുത്ത് വേരുകൾ ഒന്ന് ഉണക്കിയെടുക്കുക. പിന്നീട് 2 ദിവസം ഇടവിട്ട് നനച്ചു കൊടുത്താൽ പുതിയ തളിർപ്പ് വരും. ഈ തളിർപ്പിൽ നിന്നും വേരുകൾ പൊട്ടിത്തുടങ്ങിയാൽ ചട്ടിയിലേക്ക് നടാം. മരണാസന്നമായ ഓർക്കിഡുകളുടെ വെന്റിലേറ്ററുകളാണ് കേട്ടോ മരങ്ങൾ. വേരുകളെ പോട്ടിംഗ് മിക്സിൽ നിന്ന് മാറ്റി നല്ല വായുസഞ്ചാരമുള്ള രീതിയിൽ മരത്തിൽ കെട്ടിവെച്ചാൽ മൃതാവസ്ഥയിലായ ഫെലനോപ്സിസുകൾ പോലും പൂക്കളുമായി നമ്മെ നോക്കി ചിരിക്കും. വെള്ളം കിട്ടിയില്ല, വളം കിട്ടിയില്ല എന്ന് പരാതി പോലുമില്ലാതെ സന്തോഷത്തോടെ വളരും. ഇതാ നശിച്ചു പോയെന്ന് കരുതി ഉപേക്ഷിക്കാതെ മരത്തിൽ കെട്ടിവെച്ച് നോക്കിയ ഫെലനോപ്സിസുകളുടെ അവസ്ഥ. മനോഹരമായി പൂത്തു നിൽക്കുന്നു. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന് കേടായ ഫെലനോപ്സിസുകൾ സുസ്മേരവദനരായി നിൽക്കുന്നത് കാണാൻ അവയെ മരങ്ങളിലേക്ക് മാറ്റൂ. ഫെലനോപ്സിസുകൾ നഷ്ടപ്പെടുമെന്ന് പേടിയില്ലാതെ ധൈര്യമായി അവരെ സ്വന്തമാക്കി അഭിമാനിക്കൂ.